കാര്യമാക്കണം എന്തിനാട്ടാ? അല്ലെങ്കിലേ അവസാനം എല്ലാം കൈവിട്ട് പോവും. അനുവേടത്തിന്റെ അവസ്ഥ എന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനുണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. ദാ ചായ. അതെ, എനിക്ക് മനസ്സിനൊരു സമാധാനവും ഇല്ല. ആ സുശീലയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? അവര് നമ്മുടെ മോളുടെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഞാനില്ലാത്തതൊന്നല്ല പറഞ്ഞത്. പിന്നെ നീ പറഞ്ഞതുപോലെ നമ്മുടെ മോളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സുശീല നോക്കിയാൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ആ വാശിക്ക് നമ്മൾ എന്ത് ചെയ്യാനാ? എന്ത് ചെയ്താലും അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നതേ പ്രതിഭയായിരിക്കും. ആ സുശീലയുടെ മനസ്സ് നിറച്ച് വിഷമാ. അവരെപ്പ എങ്ങനെ പെരുമാറുമെന്ന് ദൈവത്തിന് പോലും അറിയില്ല. നിങ്ങൾക്ക് ഏത് നേരത്താണാവോ വേണ്ടാത്തേക്ക് മോളോട് പറയാൻ തോന്നി? പ്രഭേ, നീ പറഞ്ഞതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ സുശീലയ്ക്കെതിരെ എന്റെ കയ്യിൽ തെളിവുകളുണ്ട്. ഞാനിതുവരെ ഇതാരോടും പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. എന്ത് തെളിവുകൾ ഉണ്ടെങ്കിലും മോളുടെ ജീവിതം നശിപ്പിച്ചിട്ടേ നമ്മൾ എന്ത് നേടാനാ? ആ സുശീല ഇടഞ്ഞ അത് നമ്മുടെ മോളുടെ ജീവിതം ദുരിതത്തിലാക്കും. ആ കാര്യത്തിലേ എനിക്ക് ഒരു സംശയമില്ല. അച്ഛൻ പറഞ്ഞത് ഞാൻ കേട്ടു. അമ്മയ്ക്കെതിരെ എന്ത് തെളിവ് അച്ഛന്റെ കയ്യിലുണ്ടെന്ന് പറയുന്നത്? അവരുടെ പല ചോദ്യങ്ങൾക്ക് മുന്നിലും എനിക്ക് മറുപടി ഇല്ലാതെ പോയത് വ്യക്തമായിട്ടുള്ള തെളിവ് എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാ. അച്ഛന്റെ കയ്യിൽ അത് ഉണ്ടെങ്കിൽ അതെന്താണെന്ന് എന്നോട് പറഞ്ഞ പിന്നെ എനിക്ക് ഉത്തരം മുട്ടി നിൽക്കേണ്ടി വരില്ല. അച്ഛനെന്താ ഒന്നും പറയാത്തെ? അങ്ങനെ നീ വിചാരിക്കുന്നത് പോലെ അവരോട് തർക്കിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന തെളിവൊന്നും എന്റെ കയ്യിലില്ല മോളെ. അല്ലെങ്കിൽ തന്നെ നീ എന്തിനാ മോളെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടാൻ പോകുന്നേ? ആദ്യം നമ്മുടെ ജീവിതം സുരക്ഷിതമായി പ്രശ്നങ്ങളൊന്നുമില്ലാതെ കൊണ്ടുപോകാനല്ലേ നോക്കണ്ടേ? സുശീലയെ ജയിച്ചുകൊണ്ടേ ആ വീട്ടിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അതൊരു വല്ലാത്ത ജന്മോ. അവർക്ക് ജയിക്കാൻ വേണ്ടി അവരെന്തും ചെയ്യും. അതെ മോളെ, അങ്ങനല്ല. എന്നും എപ്പോഴും അവര് പറയുന്നതും ചെയ്യുന്നതും മാത്രമാ ശരിയെന്ന് മറ്റുള്ളവരെ കൊണ്ട് സമ്മതിപ്പിച്ച് അവരെങ്ങനെ ജയിച്ചു നിന്നാ പോരാ. സത്യം എന്താണെന്ന് എല്ലാവരും അറിയണം. പക്ഷേ അതാർക്കും അവരുടെ മുഖത്ത് നോക്കി പറയാൻ ധൈര്യം ഇല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? അച്ഛൻ അറിയാവുന്ന കാര്യം തെളിവ് സഹിതം എന്നോട് പറഞ്ഞ ഞാൻ പറയേണ്ട പോലെ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞില്ലേ മോളെ, അങ്ങനെയൊന്നും ചെയ്യാൻ മാത്രം തെളിവൊന്നും എന്റെ കയ്യിലില്ല. തൽക്കാലം പ്രശ്നങ്ങളൊക്കെ ഒന്ന് അവസാനിച്ച് കുടുംബം നന്നായിട്ട് പോകാനുള്ള വഴികൾ നോക്കാം. ആ പ്രഭേ, എനിക്കൊന്ന് പുറത്തു പോകണം. നീ ആ ഷർട്ടൊന്ന് എടുത്തു വെച്ചേ, ഞാൻ കുളിച്ചിട്ട് വരാം. അച്ഛാ, എന്താ രണ്ടുപേരും കൂടെ എങ്ങോട്ടാ? ഈ വഴി കൂടി ഞങ്ങള് പഞ്ചരത്നത്തിലേക്കല്ലാതെ വേറെ എങ്ങോട്ട് പോകാനാ? ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ. അവിടെ ഇന്നൊരു ചടങ്ങുണ്ട്. ഞാൻ കുറച്ച് താമസിക്കുമല്ലോ തിരിച്ചു വരാൻ. രണ്ടാളും കൂടി പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വന്നതാണോ? അല്ല, അണ്ണൻ പലവണ അങ്ങോട്ട് വന്നെങ്കിലും നമ്മൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ട് കുറേ നാളായില്ലേ? അറിയാം.
എനിക്ക് അണ്ണനെ ഒന്ന് കാണണം തോന്നി. പിന്നെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഉണ്ട്, അത് ഇന്ദ്രൻ പറയും. വേറൊന്നുമല്ല അച്ഛാ, ഷോപ്പിൻ്റെ പേരിൽ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ 25 ലക്ഷം രൂപയായിട്ട് ചെക്കുമായിട്ട് അനുവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവളത് അച്ഛനെ നേരിട്ട് ഏൽപ്പിക്കാൻ പറഞ്ഞു. അണ്ണനത് വാങ്ങി രഘുവിനെ ഏൽപ്പിക്കണം. അവൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയെങ്കിലും നന്നായിട്ട് വരട്ടെ. അത് ശരിയാവില്ല ദാസ്. എനിക്കിനി ഇത്തരം ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാൻ താല്പര്യമില്ല. അനുപമ അവളുടെ ചേച്ചിക്കും ഭർത്താവിനും ഒരു സഹായം ചെയ്യുമ്പോൾ ഞാനെന്തിനാ വെറുതെ ഒരു ഇടനിലക്കാരനായിട്ട് നിൽക്കുന്നത്? ഇതൊക്കെ അവർക്ക് നേരിട്ട് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. അല്ല, അണ്ണനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതുവരെ മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്തത് അണ്ണൻ തന്നെയല്ലേ? ഇതിപ്പോ ഞങ്ങൾ കൊണ്ടുവന്നോണ്ടാണോ? ഹേയ്, നിങ്ങൾ രണ്ടാളും എനിക്ക് അന്യരാണോ ദാസ്? ഞാൻ കൊടുത്ത രഘുവും അമ്പിളിയും ഇനി അത് വാങ്ങിക്കണമെന്നില്ല. അതുകൊണ്ട് കൂടിയാണ് ഞാൻ നിങ്ങളോട് അങ്ങനെ പറഞ്ഞത്. പിന്നെ രണ്ടുപേരും ഇപ്പൊ ബിസിനസ് മോഹമൊക്കെ മാറ്റിവെച്ച് സ്വന്തമായി തൊഴിൽ ചെയ്ത് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുക. അത് അവർക്കിതുവരെ സാമ്പത്തികം റെഡിയാകത്തോണ്ടല്ല അച്ഛാ. ഇത് പഴയതുപോലെ ആവില്ല. അനുപമയുടെ തീരുമാനം ഉറച്ചതാ, എൻ്റേതും. 2 ദിവസം കഴിഞ്ഞാൽ ഈ ചെക്ക് ഉറപ്പായിട്ടും അനുവിന് മാറാനും പറ്റും. അങ്ങനെയാണെങ്കിൽ ഇന്ദ്രനും ദാസും കൂടി വീട്ടിൽ പോയി അവരെ നേരിട്ട് ഇത് ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലത്. എന്നെ വെറുതെ ഇതിൽ ഉൾപ്പെടുത്തണ്ട. അവർ വാങ്ങിക്കുന്നെങ്കിൽ നിങ്ങൾ കൊടുത്താലേ വാങ്ങിക്കൂ. അങ്ങനെയാണെങ്കിലേ അണ്ണൻ തിരിച്ചു വരുന്നവരെ ഞങ്ങൾ വീട്ടിൽ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അണ്ണന്റെ മുമ്പിൽ വെച്ച് ചെക്ക് അവർ കൊടുത്താലോ? അതിന്റെ ഒന്നും ആവശ്യമില്ല ദാസ്. നിങ്ങൾ ഉടനെ തന്നെ ചെന്നില്ലെങ്കിൽ രഘു അവന്റെ പാട്ടിന് പോയി കളയും. എനിക്കും ചടങ്ങിന് സമയമായി. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ശരി ദാസ്. അണ്ണാ, അണ്ണന് കുറച്ചു നാളെ എന്നോട് മാനസികമായ ഒരു അകൽച്ചയുണ്ടെന്ന് എനിക്കറിയാം. അതിൻ്റെ കാരണവും അറിയാം. പക്ഷേ ഒരു കാര്യം എൻ്റെ അണ്ണൻ വിശ്വസിക്കണം, ഞാൻ മഞ്ചാടിമോളുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവളുടെയും നമ്മുടെയും നന്മയ്ക്ക് വേണ്ടി മാത്രം, അല്ലാതെ. അതൊക്കെ എനിക്കറിയാം ദാസ്. മഞ്ചാടിയുടെ കാര്യത്തിൽ എനിക്ക് ആരോടും ഒരു അകൽച്ചയില്ല.